നമസ്കാരം. ഇന്ത്യൻ വാഹന ലോകത്ത് മഹീന്ദ്ര ഥാർ ഒരു സാധാരണ SUV അല്ല, മറിച്ച് സാഹസികതയുടെയും കരുത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമാണ്. തലമുറകളായി ഓഫ് റോഡ് പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ ഈ വാഹനത്തിൻ്റെ ചരിത്രം ഇന്ത്യൻ വാഹന നിർമ്മാണത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. മഹീന്ദ്രയുടെ വേരുകൾ അമേരിക്കൻ ജീപ്പ് CJ സീരീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നിടത്താണ് ഥാറിൻ്റെ കഥ ആരംഭിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ലൈസൻസോടെ നിർമ്മാണം തുടങ്ങിയ വാഹനങ്ങളാണ് മഹീന്ദ്രയുടെ ആദ്യകാല മോഡലുകൾക്ക് പ്രചോദനമാകുന്നത്. ഥാറിൻ്റെ നേരിട്ടുള്ള പൂർവികർ എന്നും വിശേഷിപ്പിക്കാവുന്ന മോഡലുകളാണ് മഹീന്ദ്ര MM540, MM550 എന്നിവ. 1980കളിലാണ് ഈ ക്ലാസിക് മോഡലുകൾ ഇന്ത്യയിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ വാഹനങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കും കടുപ്പമേറിയ ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾക്കും ഏറ്റവും അനുയോജ്യമായിരുന്നു. പരുക്കൻ രൂപകൽപ്പനയും ശക്തമായ ഷാസിയും വിശ്വസ്തമായ എഞ്ചിനും ഇവയെ കർഷകർക്കും സർക്കാർ ഏജൻസികൾക്കും ഒരുപോലെ പ്രിയങ്കരമാക്കി. ദീർഘകാലം വിപണിയിൽ നിലനിന്ന ഈ മോഡലുകൾ പിന്നീട് മഹീന്ദ്ര മേജർ പോലെയുള്ള പേരുകളിൽ പരിഷ്കരിച്ചെത്തി ഥാറിൻ്റെ കടന്നുവരവിനുള്ള അടിത്തറയും ഒരുക്കി. പഴയ ജീപ്പ് പാരമ്പര്യത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് 2010 ഒന്നാം തലമുറ മഹീന്ദ്ര ഥാർ ഔദ്യോഗികമായി വിപണിയിലെത്തുന്നത്. പഴയ MM540 മോഡലിൻ്റെ പിൻഗാമിയായി എത്തിയ ഥാർ അതിൻ്റെ ക്ലാസിക് ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ആധുനികമായ എഞ്ചിൻ ഓപ്ഷനുകളും സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തു. CRDE, DI എന്നിങ്ങനെ രണ്ട് പ്രധാന മോഡലുകളാണ് ആദ്യകാലത്ത് ഥാർ ലഭ്യമായിരുന്നത്. അതിൽ CRDE വകഭേദം കൂടുതൽ ശക്തവും ഓഫ് റോഡ് പ്രകടനത്തിന് പേരെടുത്തതുമായിരുന്നു. ശക്തമായ 4x4 സംവിധാനവും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസും ഈ മോഡലിനെ ഓഫ് റോഡിംഗ് പ്രേമികളുടെ ഇഷ്ടവാഹനമാക്കി മാറ്റി. കാലക്രമേണ സുരക്ഷാ മാനദണ്ഡങ്ങൾ മാറുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഥാർ വിപണിയിൽ തുടർന്നു. എങ്കിലും അടിസ്ഥാന രൂപകൽപ്പനയ്ക്ക് മാറ്റമുണ്ടായിരുന്നില്ല. ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടാം തലമുറ മഹീന്ദ്ര ഥാർ 2020 അവതരിക്കപ്പെടുന്നത്. ഈ മോഡൽ ഥാറിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ക്ലാസിക് രൂപകൽപ്പനയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സുരക്ഷയിലും ഫീച്ചറുകളിലും റോഡിലെ യാത്രാസുഖത്തിലും വലിയ പുരോഗതി വരുത്തിയാണ് പുതിയ ഥാർ എത്തിയത്. ഇതിൻ്റെ ഡിസൈൻ രാമകൃപ ആനന്ദൻ എന്ന വനിതാ ഡിസൈനറുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത് എന്നത് ശ്രദ്ധേയമാണ്. 2 ലിറ്റർ M സ്റ്റാലിയോൺ ടർബോ പെട്രോൾ, 2.2 ലിറ്റർ MHOK ഡീസൽ എഞ്ചിനുകൾ എന്നിവ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനുകളിൽ ലഭ്യമായി. ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടി. ഥാർ ഒരു ആധുനിക സുരക്ഷിത വാഹനവുമായി. ഥാറിൻ്റെ വളർച്ചയിലെ ഏറ്റവും പുതിയ അധ്യായമാണ് ഥാർ റോക്സ് എന്ന മോഡൽ. ഈ 5 ഡോർ പതിപ്പ് 3 ഡോറുകളുള്ള മോഡലിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ യാത്രാസുഖവും സ്ഥല സൗകര്യവും നൽകുന്ന മോഡലാണ്. ഒരു സമ്പൂർണ്ണ കുടുംബ SUV എന്ന നിലയിലേക്കും ഇത് ഥാറിനെ ഉയർത്തി. ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം പോലെയുള്ള കൂടുതൽ പ്രീമിയം ഫീച്ചറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹീന്ദ്ര ഥാർ എന്നത് കേവലം ഒരു വാഹനമല്ല, ഒരു വികാരം തന്നെയായിരുന്നു. പഴയ ജീപ്പിൻ്റെ പരുക്കൻ പാരമ്പര്യം പേറുന്നതിനോടൊപ്പം തന്നെ ആധുനിക സൗകര്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് തലമുറകൾ ഏറ്റെടുത്ത ഒരു സാഹസിക യാത്രയുടെ കഥയാണ് മഹീന്ദ്ര ഥാറിൻ്റേത്. ഓഫ് റോഡുകളിലെ കരുത്തും റോഡിലെ ശ്രദ്ധേയമായ സാന്നിധ്യവും ഥാറിനെ ഇന്ത്യൻ വാഹന ലോകത്ത് ഒരു ഐക്കൺ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.